ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്യാരക്ടർ അറേയിൽ സ്ട്രിങ് എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഒരു സ്ട്രിങ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്നും സ്റ്റോർ ചെയ്യുന്നത് എന്നുമുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്കാൻഎഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സ്ട്രിങ്ങിനെ ഒരു ക്യാരക്ടർ അറേയിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ആദ്യത്തെ വേർഡ് മാത്രമേ ആ ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ആവുകയുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടായിരുന്നു. സ്പേസ് ഉള്ള സ്ട്രിങ് ആണ് എങ്കിൽ സ്പേസിന് ശേഷമുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ആവത്തില്ല. ആദ്യം എൻ്റർ ചെയ്യുന്ന വേർഡ് മാത്രമേ ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ആവുകയുള്ളൂ. സ്കാൻഎഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുമ്പോഴുള്ള ഒരു ലിമിറ്റേഷനാണ് നമ്മൾ കണ്ടത്. അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സാധാരണ ഈ ക്യാരക്ടർ അറേയിൽ മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ വേരിയബിൾസിന്റെ കൂടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പഠിച്ചായിരുന്നു, ഗെറ്റ് ചാർ എന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ സ്കാൻഎഫിന് പകരം ഒരു ക്യാരക്ടർ വേരിയബിളിലോട്ട് ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിന്റെ ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലത്തെ ഒരു ഫംഗ്ഷനാണ് ഈ ഗെറ്റ്സ് എന്ന് പറയുന്ന സാധനം. ഈ ഗെറ്റ്സ് എന്ന ഫംഗ്ഷന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗെറ്റ്സ് എന്ന് എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത്, സിമ്പിൾ ബ്രാക്കറ്റ്സിനകത്ത് അറേയുടെ പേര് മെൻഷൻ ചെയ്യാം. ഇവിടെ നെയിം എന്നാണ് അറേയുടെ പേര് ഞാൻ സെറ്റ് ചെയ്തത്. ഇവിടെ ക്യാരക്ടർ അറേ ഞാൻ നെയിം എന്ന പേരിൽ ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അതിന്റെ സൈസ് 20 ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് യൂസറിനോട് എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ആ സ്ട്രിങ്, നെയിം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ് ആയിരിക്കും. ഇതുപോലെ ഇങ്ങനെ മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ്ങിനെ ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഈ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ അറേയിലോട്ട് ആ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ്, സ്പേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ് നമ്മൾ സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്ത് ക്യാരക്ടർ വൈസ് എൻ്റർ ചെയ്ത് എപ്പോഴാണോ എൻ്റർ കീ പ്രസ് ചെയ്യുന്നത് അതുവരെയുള്ള ഇൻപുട്ട് അതേപടി തന്നെ ഈ ക്യാരക്ടർ അറേയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കൊടുത്തിരുന്നത്. ഗെറ്റ്സ് എന്ന് എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് ഏത് അറേയിലോട്ടാണോ സേവ് ചെയ്യേണ്ടത് ആ അറേയുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന സ്ട്രിങ്, മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ് അതുപോലെ തന്നെ, അതായത് മൾട്ടിപ്പിൾ വേർഡ്സ്, ഒന്നിൽ കൂടുതൽ വേർഡ്സ് അതുപോലെ തന്നെ ആ ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. സാധാരണ പോലെ തന്നെ എവിടെയാണോ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അവിടെ പെർസെൻറ്റേജസ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ആ അറേയുടെ പേരും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ് മുഴുവൻ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും, നമ്മൾ മുന്നേ പഠിച്ചതുപോലെ തന്നെ. അപ്പോൾ സാധാരണ ഈ ക്യാരക്ടർ അറേ ആണെങ്കിൽ സ്ട്രിങ്ങിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ സാധാരണ സ്കാൻഎഫിന് പകരം ഗെറ്റ്സ് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ സിൻടാക്സ്. ഗെറ്റ്സ് എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് സിമ്പിൾ ആയിട്ട് അറേയുടെ പേര് അങ്ങ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക, അറേ പേര് മാത്രമേ, അറേ നെയിം മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതിന്റെ കൂടെ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്സ് നമ്മൾ എഴുതുന്നില്ല, ഇൻഡെക്സ് നമ്പറും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ അറേ നെയിം മാത്രമേ നമ്മൾ ഈ ഗെറ്റ്സ് എന്ന ഫംഗ്ഷന്റെ കൂടെ മെൻഷൻ ചെയ്യുകയുള്ളൂ. അപ്പം കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ആ ക്യാരക്ടേഴ്സ് മുഴുവൻ, എൻ്റർ കീ പ്രസ് ചെയ്യും വരെയുള്ള ക്യാരക്ടേഴ്സ് മുഴുവൻ ഇൻക്ലൂഡിങ് സ്പേസ് ആ അറേയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ്, ഒരു സ്ട്രിങ് ആയിട്ടുള്ള ഡാറ്റ ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കുക, ഇത് ക്യാരക്ടർ അറേയിൽ മാത്രമേ ഉള്ളൂ. ഇൻറ്റീജർ അറേയിലോ അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള അറേയിലോ ഒന്നും ഈ മെത്തേഡ് ഇല്ല. ക്യാരക്ടർ അറേയിൽ മാത്രം സ്ട്രിങ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഗെറ്റ്സ്. ഈ ഗെറ്റ്സിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം. ഇപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും പുട്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിന്റ്എഫിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ പുട്സ് എന്ന സാധനം. ഈ പുട്സ് എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് ആ അറേയുടെ പേര് മാത്രം അങ്ങ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ നെയിം എന്ന് പറയുന്ന അറേയിൽ എന്താണോ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ സ്ട്രിങ് അതുപോലെ അങ്ങ് ഡിസ്പ്ലേ ചെയ്യും. അത്രയേ ഉള്ളൂ. അതായത് പ്രിന്റ്എഫിന് പകരം സിമ്പിൾ ആയിട്ട് ഈ പുട്സ് എന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാനൊക്കും. പക്ഷെ അത്രത്തോളം കൺവീനിയന്റ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ അറേ സ്ട്രിങ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനൊക്കത്തുള്ളൂ. അതിന് മുമ്പോ അതിന് ശേഷമോ വേറെ എന്തെങ്കിലും സെന്റൻസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിന്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെന്റിനെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട്
ഇത് നമ്മൾ സാധാരണ സ്പെഷ്യൽ സിനാരിയോയിൽ മാത്രമേ ഈ പുട്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാറുള്ളൂ. അത് ആ പോർഷൻ എത്തപ്പോൾ നമുക്ക് പുട്സിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഇപ്പം ഗെറ്റ്സ് എന്ന ഫംഗ്ഷനെ പറ്റി പറഞ്ഞതുകൊണ്ട് പുട്സിനെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ക്യാരക്ടർ അറയിലോട്ട് സ്ട്രിങ്ങിനെ, മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാനാണ് ഗെറ്റ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ പുട്സ് ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ പുട്സ് എന്ന ഫംഗ്ഷൻ സാധാരണ നമ്മൾ നോർമൽ സിനാരിയോയിൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ സാധാരണ എപ്പോഴും ഈ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നതാണ്. ഗെറ്റ്സ് ഉപയോഗിച്ച് തന്നെയാണ് സാധാരണ ക്യാരക്ടർ അറയിലോട്ട് സ്ട്രിങ്ങിനെ, ഇപ്പം സിംഗിൾ വേർഡുള്ള സ്ട്രിങ് ആണെങ്കിൽ പോലും ഗെറ്റ്സ് ഉപയോഗിച്ച് തന്നെയാണ് സാധാരണ നമ്മൾ എഴുതുന്നത്. സ്കാൻ ഓഫ് ഉപയോഗിക്കാറില്ല. അതിനൊരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് സ്കാൻ ഓഫ് ഉപയോഗിക്കാറില്ല. അപ്പൊ ഇങ്ങനെയാണ് ക്യാരക്ടർ അറയിലോട്ട് സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഇനിയും കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് അറയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.